ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ടൈലറിങ്ങിൻ്റെ ഒരു സംഭവം കാണിക്കണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കിച്ചൺ ഏപ്രൺ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ച്. അതായത് ഞാൻ ഒരു ഷോപ്പിലേക്ക് ഒരു ടീം പറഞ്ഞപ്പം ഒരു 3-4 ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അത് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു, മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടു. അതായത് അവർ അവിടെ സ്റ്റാഫുകൾക്ക് ഒരു മാസത്തിൽ 4-5 വാങ്ങുന്നതാണ് സാധാ ഏപ്രണ്. പൊട്ടിപ്പോവും, പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പൊട്ടിപ്പോയിട്ടും ചൂടായിട്ടും ഒക്കെ കീറിപ്പോയിട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ 4-5 ആയിട്ട് വാങ്ങലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളോടൊന്ന് ചോദിച്ചു, നിങ്ങളടുത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ മുമ്പേ ഞാൻ ആ സംഭവം ഇങ്ങനെ തിരഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒന്ന് കുറച്ച് ചെയ്ത് വെക്കണമെന്ന് കുറേ ആൾക്കാർ എന്നോട് പറയുന്നു. അപ്പോൾ നമ്മളെന്തെങ്കിലും നമ്മൾ റയറായിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ ആൾക്കാർക്ക് അതിലൊരു ഇത് വരുള്ളൂ. ഇത് സംഭവം 100 രൂപ എടുത്താൽ 50 രൂപ എടുത്താലൊക്കെ മാർക്കറ്റിൽ കിട്ടുന്ന സാധനമാണ്. പക്ഷെ അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ അതിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. അപ്പം അവർ വീണ്ടും ഓർഡർ നമുക്ക് തന്നു. ഒരു മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവരുടെ ബാച്ചിൽ മറ്റുള്ള ഷോപ്പിലേക്കൊക്കെ ആയിട്ട് ഓർഡർ തന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു 4 എണ്ണം ഇപ്പോൾ നമുക്ക് ഓർഡർ തന്നിട്ടുണ്ട്. അപ്പോൾ 4 എണ്ണം കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിന് റെക്സിൻ എന്നാണ് പറയുക. ഞാനൊരു ആദ്യം മെറൂണിലാണ് ഞാൻ ചെയ്ത് കൊടുത്തിരുന്നത്. ഇതിപ്പോൾ ബ്ലാക്കാണ് നമുക്ക് കിട്ടിയത്. അപ്പം ഇതിന് അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് പോയി ചോദിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പം ഈ സാധനം എന്ന് പറയുമ്പോൾ ഈ അടിയിൽ ഇങ്ങനൊരു തുണി പോലെയാണ് ഇവിടെ ഉള്ളത്, നമുക്ക് മെറ്റീരിയൽ ഉള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെയാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ആയാലും പെട്ടെന്ന് പൊട്ടൂല, കീറൂല, അങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട്. പിന്നെ മാത്രമല്ല ഒരു ക്ലോത്തിൻ്റെ ഒരു ഫീലോടുകൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വടി പോലെ നിൽക്കൂല, നല്ല കളർച്ചുള്ള ഒരു റെക്സിനാണ് ഇത് കിട്ടാം. അപ്പം ഇതിലാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഏപ്രിന്. അപ്പം നിങ്ങൾക്കും കൂടെ ഉപകാരമുള്ളൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്തത്. മെഷർമെൻറ്റ് ചെയ്താണെങ്കിൽ നിങ്ങളൊരു ബുക്കും പേപ്പറും എടുത്തിട്ട് എഴുതി വെച്ചിരിക്കും. ഞാൻ നമുക്ക് നൈറ്റി ഒഴിവാക്കിയ നൈറ്റി ആയാലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. 4 ഇഞ്ച് നെക്ക്, നീളം 28, വീതി 23, നെക്ക് 4.5. പിന്നെ ഞാൻ എടുക്കാൻ പോകുന്നത് 5 ഇഞ്ചാണ്, കാരണം ആണുങ്ങൾക്കാണ്. അപ്പം അവർക്ക് ചെസ്റ്റ് വീതി ഉണ്ടാവും. പിന്നെ നമുക്ക് വരുന്നത് നെക്കിൻ്റെ താഴെ റിഗാൾവർ, നെക്കിൻ്റെ ഇവിടുന്ന് താഴത്തേക്ക് റിഗാൾവർ എടുക്കുന്നത് നമ്മൾ 8 ഇഞ്ചാണ്. ഇത്ര മാത്രം ഉള്ളൂ. അതായത് 2-3 അളവ് മാത്രം എടുത്താൽ ഏപ്രൺ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അതൊന്നും ക്യാഷ് എടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഏതറിയാത്ത ടൈലറിങ് ജസ്റ്റ് ചവിട്ടാൻ അറിയുന്ന, നൂല് പൊട്ടാതെ ചവിട്ടാൻ അറിയുന്ന ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഏപ്രൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ പോക്കറ്റും കൂടെ വെച്ചിട്ടുള്ളതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എന്നാൽ വരും നോക്കാം. അപ്പോൾ ഞാൻ 2 പീസിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാനിവിടെ മടക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണ് വിടുത്തെങ്കിൽ അതിൻ്റെ പകുതി, 2-1 ഭാഗം നമുക്കെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള എക്സ്ട്രാ ആണ് കേട്ടോ. 13 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ ആണുങ്ങൾക്കാണ്, അപ്പോൾ ചെസ്റ്റൊക്കെ വീതി ഉണ്ടാവും. അപ്പോൾ അത് കാരണം. അതുപോലെ തന്നെ ഞാൻ നെക്ക് എടുത്തിട്ടുണ്ട് 5 ഇഞ്ചാണ് കേട്ടോ. അതിന് നേരെ നമുക്ക് താഴേക്ക് 8.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 8 ഇഞ്ചല്ല നമ്മൾ പറഞ്ഞിരുന്നത്, 8.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെസ്റ്റിൻ്റെ പറഞ്ഞിരുന്നത് 10 ഇഞ്ചല്ലേ, ഞാൻ 10.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലാം കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്, നമുക്ക് ലേഡീസിന് അത്ര വേണ്ട. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്രോസായിട്ട് നെക്കിൽ നിന്ന് റിഗാൾവറിലേക്ക് ക്രോസായിട്ട് വരച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിൽ നിന്ന് താഴത്തേക്ക് ഇതേപോലെ ഒരു ലൈന് വരച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. വിടുത്തും ലെങ്ത്തും എടുത്തു കഴിഞ്ഞാൽ പിന്നെ പണിയില്ല. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഞാൻ സ്പീഡ് കൂട്ടിയെടുത്താണ് കേട്ടോ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ, ഞാൻ വേറെ വേണമെങ്കിൽ ചെയ്ത് കാണിച്ച് തരാം. ഇത് 4 എണ്ണം ഉള്ളത് കാരണം സ്പീഡ് ഇതാക്കി എടുത്തതാണ് കേട്ടോ. മാത്രമല്ല കുറച്ച് ലെങ്ത്ത് കൂടിയ വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്പീഡ് കൂട്ടിക്കുന്നത് കേട്ടോ. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണില്ലെങ്കിൽ പറയാം. ഈ ബാലൻസ് ഉള്ള തുണി ഉണ്ടല്ലോ, അതായിട്ട് നമുക്ക് പോക്കറ്റ് എടുക്കാം. 10x10 നമുക്ക് എടുക്കാം കേട്ടോ. ഇതിൽ 8 കിട്ടുന്നുണ്ട്, 10x8 കിട്ടുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിക്ക് അനുസരിച്ച് ഞാൻ എടുത്തതാണ്. നിങ്ങൾക്ക് 10x10 കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം. അതല്ല അതിലും ചെറുതാണ് മതി, 8x10 ആണ്, അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ പല ലെവലിൽ കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ പോക്കറ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഞാൻ 2 പീസ് പോക്കറ്റിനുള്ളത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യം ഇതിൽ ബൈൻഡ് ചെയ്യാനുള്ള തുണിയാണ് ആവശ്യം. അപ്പം ഒരുപോലുള്ള തുണി വയ്ക്കാൻ ശ്രദ്ധിക്കുക, എന്നാലേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരേ ഡിസൈൻ വരികയാണെങ്കിൽ അത് രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് 2 ഇഞ്ച് വീതിയിൽ ക്രോസ് ആയിട്ടൊന്നും എടുക്കേണ്ട, നേരെ തന്നെ എടുത്താൽ മതി. 2 ഇഞ്ച് വീതിയിൽ കുറച്ച് തുണി എടുക്കുക, എന്നുവെച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് വേണ്ടി വരുമല്ലോ, ആ രീതിക്ക് അനുസരിച്ചിട്ട് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തുണികൾ അതിലെടുത്ത് വെക്കാം.
എന്നതിന് ശേഷം നമുക്ക് ബൈൻഡ് ചെയ്യില്ലാത്ത നേരം പോലെ ഒരുപോലെ വലുത് കിട്ടുന്നില്ലെങ്കിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് തയ്ക്കാൻ നോക്കാം. ആദ്യം ചീത്ത ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അത് ബൈൻഡ് ചെയ്യാനുള്ള തുണിയും മടക്കി വെച്ചിട്ട് ചീത്ത ഭാഗത്ത് തയ്ച്ചു കൊടുക്കുക. എന്നതിന് ശേഷം അതിൻ്റെ ഒന്ന് പതിച്ചടിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് നിങ്ങൾക്കറിയാലോ, തുണിയല്ല, റെക്സിനാണ്. അത് ആ മെഷീനിൽ ഒതുങ്ങി വരണം കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ട് തിരിച്ച് നല്ല വശത്തേക്ക് ഇട്ടിട്ട് മടക്കി അവിടെ അടിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ പണി. ഇങ്ങനെ നമ്മൾ അതിൻ്റെ 3 വശവും പിന്നെ നെക്കിൻ്റെ ആ ഭാഗവുമായിട്ട് അടിച്ചു കൊടുക്കുക. ഓക്കെ. ഇനി നമുക്ക് റിഗാൾവറാണ് അടിക്കുന്നത്. ആ ഭാഗം ചെയ്യുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾക്ക് ഡോറി അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടാനുള്ളതാണ്, അതായത് കെട്ടാനുള്ള കയറിടാനുള്ളതാണ്. അപ്പോൾ അതിന് സ്പേസ് കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യണം, ഒരു ഭാഗം അടിച്ചിട്ട് പിന്നെ ആ ഒരു ലൂസ് കൊടുത്തിട്ട് വേണം അവിടെ കയറിടാൻ പറ്റുന്ന പാകത്തിന്. നമ്മൾ പിന്നെ ചുരിദാറിൻ്റെ ബോട്ടത്തിനൊക്കെ നമ്മൾ ആദ്യം അങ്ങനെ ചെയ്തിരുന്നില്ല, അതേപോലെ ലേശം സ്പേസ് ഇട്ടിട്ട് വേണം മടക്കി അടിച്ചു കൊടുക്കാൻ. വേറെ ഒന്നും പണിയില്ല കേട്ടോ. ആ 2 റിഗാൾവറിൻ്റെ ഭാഗത്തും അങ്ങനെ ചെയ്ത് കൊടുക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് നമുക്ക് പിന്നെ ഡോറി അടിക്കണമെങ്കിൽ ഒരു 1/2 ഇഞ്ച് വീതിയിൽ പിന്നെ തുണി എടുത്തിട്ട് അത് നല്ല രീതിയിൽ ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക. കയറിനടിക്കണം, ചുരിദാറിൻ്റെ കയറിനൊക്കെ അടിക്കലില്ല, അതേപോലെ. ഇത് നമ്മൾ പിന്നെ പോക്കറ്റാണ്, പോക്കറ്റിനും ചുറ്റും ഇതേപോലെ അടിച്ചു കൊടുക്കുക. ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇത് പ്രത്യേകം എന്താ വെച്ചാൽ ഇതിൻ്റെ മേലെ നമുക്ക് റെക്സിൻ്റെ മേലെ ഒരു കഷ്ണം റെക്സിൻ്റെ അതിനെ വെച്ചിട്ട് അടിക്കുമ്പം പോവില്ല കേട്ടോ. അപ്പോൾ അടിക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. ഇത് തുണി ഉണ്ടായതുകൊണ്ടാണ് അത് അടിക്കാൻ പറ്റുന്നത്. പിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത് പോക്കറ്റ് അടിക്കുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നേരെ പിന്നെ നെക്കിൻ്റെ നേരെ താഴെ പിന്നെ സെൻറ്റർ നോക്കിയിട്ടും, അതേപോലെ ഈ പോയിൻ്റ് ഇതാ റിഗാൾവറിൻ്റെ അവിടുന്ന് പോയിൻ്റ് നോക്കുക, അവിടെ നിന്ന് സെൻറ്റർ നോക്കിയിട്ട് നമ്മൾ വെച്ച് അടിച്ച് പിടിപ്പിക്കുക കേട്ടോ. അത്ര പണിയുള്ളൂ. പിന്നെ നമ്മൾ അടിച്ച ഡോറി ഉണ്ടല്ലോ, അത് നമ്മൾ ഇതാ റിഗാൾവറിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പിന്നെന്താ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ ഉപയോഗത്തിന് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അത് കെട്ടിടേണ്ട ആവശ്യമില്ല. കൂടിയാലും കുറഞ്ഞാലും തടിയുള്ളവരായാലും കുറഞ്ഞവരായാലും ആര് വന്നാലും ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. കാരണം കഴുത്ത് കൂടെ അങ്ങോട്ട് ഇട്ടുങ്ങാണ്ട് ബാക്കിക്ക് നമ്മളെ പാകത്തിന് പിടിച്ച് കെട്ടാൻ പറ്റും കണ്ടോ. അപ്പോൾ നമുക്ക് ഇത് കൂടി ഇത് ഇറങ്ങി ഇത് അങ്ങനെ ആക്കി എന്നുള്ള പരാതി വരില്ല. അപ്പം പാകത്തിന് താഴത്ത് പിടിച്ച് വലിച്ചു കൊടുത്താൽ മതി. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പറയും. ഞാൻ എന്തായാലും ഒരു പിന്നെ സാധാ വീട്ടിലേക്ക് ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് ഞാൻ നല്ല വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ. ഓക്കെ. ഇത് വീഡിയോ ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല, അതും എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ സോറി. പിന്നെ നല്ല രീതിയിൽ നമ്മളിനി വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക, ഒന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഞാനിത് ചെയ്തിട്ടുള്ളതാണിത് 4 പീസാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ പോരുക. ഇത് വേണമെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ.